നമസ്കാരം. കഴിഞ്ഞ ദിവസം ഈ ടി സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു നേതാവുണ്ട്, MLA ആണ് കൽപ്പറ്റയുടെ. ആ MLA ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വളരെ രസകരമായിട്ടുണ്ട്. ചാണ്ടി ഉമ്മനെ കുറിച്ചിട്ടാണ് ആ പോസ്റ്റ്. ചാണ്ടി ഉമ്മനെ കുറിച്ച് പറഞ്ഞത്, ചാണ്ടി ഉമ്മൻ അച്ഛനെ പോലെയാണ്, ഉമ്മൻചാണ്ടിയെ പോലെയാണ്. പിന്നെ മക്കൾ പിന്നെ അച്ഛനെ പോലെയല്ല, പിന്നെ എങ്ങനെയായിരിക്കും? ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് അവരിൽ ഒരാളായി പ്രവർത്തിക്കുന്ന ശൈലിയായിരുന്നു ഉമ്മൻചാണ്ടി സാറിൻ്റേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേ രീതി പിന്തുടരുന്ന ഒരാളാണ് ചാണ്ടി ഉമ്മൻ. നല്ല കാര്യം. ചാണ്ടി ഉമ്മനെ കുറിച്ച് നമുക്ക് മോശപ്പെട്ട അഭിപ്രായമൊന്നുമില്ല. പക്ഷേ എന്ത് ക്വാളിറ്റി ആണ് ഒരു പാർലമെന്റേറിയൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ചാണ്ടി ഉമ്മൻ ഉള്ളത് എന്നുകൂടി വിശദമാക്കാൻ ഒരുപക്ഷെ ഇദ്ദേഹത്തിന് കഴിയണം. അതായത് ടി സിദ്ദിഖ് എന്ന് പറയുന്ന ഒരാളിന് കഴിയണം. ഈ പറയുന്ന ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ഒരാൾ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം അല്ലെങ്കിൽ മരണത്തെ തുടർന്ന് ആ മരണാനന്തര ചടങ്ങുകളിൽ ഉടനീളം അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ഉടനീളം കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞത് വളരെ മോശപ്പെട്ട അഭിപ്രായമായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, കോൺഗ്രസിനെ കുറിച്ച് മോശപ്പെട്ട അഭിപ്രായം പറഞ്ഞു എന്നല്ല, ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച് അല്ലെ പിണറായി വിജയനെക്കുറിച്ച് വളരെ കാര്യമായ കുറേയധികം വാക്കുകൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീണു. അതായത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ രോഗാതുരനായി ആ ഇരിക്കുന്ന സാഹചര്യം, ചികിത്സയ്ക്ക് പോലും വലിയ പാടുപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ദിവസം തോറും വിളിച്ച് എങ്ങനെയുണ്ട് ഉമ്മൻചാണ്ടിക്ക്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും പലതരത്തിലുള്ള അഭിപ്രായം പറയുകയും അതോടൊപ്പം സുഖവിവരവും അന്വേഷിക്കുന്ന ഒരാളായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇതോടുകൂടി പലർക്കും കണ്ണിൽ കരടായി മാറി. കാരണം ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സ്ഥിതി നമുക്കറിയാം. ഇതാണ് ഒരു പ്രതിപക്ഷ മര്യാദ എന്ന് പറഞ്ഞാൽ. അതേസമയം അവിടെ അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഈ UDFന്റെ ഉടനീളമുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ UDFലെ കുട്ടി നേതാക്കന്മാരും എങ്ങനെയായിരുന്നു ഇവിടുത്തെ നേതാക്കന്മാരെ കണ്ടിരുന്നത്? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വെറും ആശയങ്ങൾ തമ്മിലുള്ള സംഘടനമാണെന്നും അതിനപ്പുറത്തേക്ക് വ്യക്തിവൈരാഗ്യം അതിനകത്ത് പാടില്ല എന്നുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന VV പ്രകാശൻ എന്ന് പറയുന്ന ആളിൻ്റെ വീട്ടിലേക്ക് M സ്വരാജ് പോയപ്പോൾ അവിടെ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയും എന്തിനാണ് സ്വരാജ് പോയത് എന്നൊരു ചോദ്യം ഉയർത്തുകയും ഞങ്ങൾ എന്തിനു പോകണം എന്നൊരു ചോദ്യം ചോദിക്കുകയും ചെയ്ത ഒരു നേതാവുണ്ട്, VD സതീശൻ. ഞങ്ങൾ എന്തിനവിടേക്ക് പോകണം എന്നൊരു ചോദ്യം, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെയൊക്കെ പോകണമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ് എന്ന് ധാർഷ്ട്യം കലർന്ന മറുപടി മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ പറഞ്ഞു പോയ ഒരു നേതാവാണ് VD സതീശൻ. ആ VD സതീശൻ്റെ അനുയായികളിൽ ഒരാളാണ് ഈ പറയുന്ന ടി സിദ്ദിഖ് എന്ന് പറയുന്ന MLA. കാര്യം ഇവരെയൊക്കെ താങ്ങി ഇന്നാലെ ടി സിദ്ദിഖിന് വീണ്ടും അവിടെ MLA ആകാൻ സാധിക്കൂ. അപ്പോൾ ഈ ടി സിദ്ദിഖ് ഉമ്മൻചാണ്ടിയെക്കുറിച്ചും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ മനുഷ്യൻ ചെയ്തിട്ടുള്ള പ്രവൃത്തികളെക്കുറിച്ചും അതിനുശേഷം അതേ രീതിയിൽ ഏകദേശം 3000-ലധികം വീടുകളിൽ അദ്ദേഹം ചാണ്ടി ഉമ്മൻ കയറി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം കൊഴുപ്പിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ ടി സിദ്ദിഖ് തൻ്റെ ഫേസ്ബുക്കിലൂടെ കുറിച്ചിരിക്കുന്നത്. അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ജോലിയാണ്. MLA എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രീകരിക്കണം എന്നൊരു ആവശ്യം ഈ പറയുന്ന ഹൈക്കമാൻഡ് ഉൾപ്പെടുന്നവർ മുന്നോട്ട് വെച്ചിരുന്നു. അതിൻ്റെ ഒരു പിൻബലത്തിലാണ്, അല്ലെങ്കിൽ ആ രീതി അനുസരിക്കുന്നതുകൊണ്ടാണ് ഈ പറയുന്ന ചാണ്ടി ഉമ്മൻ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത്. സ്തുത്യർഹ്യമായ പ്രവർത്തനം എന്ന് നമുക്ക് പറയേണ്ടി വരും. കാര്യം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഉത്തരവാദിത്ത ബോധമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെ ആയിരിക്കണമെന്ന് ചാണ്ടി ഉമ്മൻ തെളിയിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ ചാണ്ടി ഉമ്മനോടും അല്ലെങ്കിൽ ഈ ചാണ്ടി ഉമ്മന് അർഹിക്കുന്ന പരിഗണന കൊടുക്കുന്നതിൽ ഈ പറയുന്ന UDF നേതാക്കൾക്കോ കോൺഗ്രസ് നേതാക്കൾക്കോ കഴിഞ്ഞിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് ആവുന്ന സമയത്ത് ചാണ്ടി ഉമ്മനെ രംഗത്തേക്ക് ഇറക്കുക, അതിനപ്പുറത്തേക്ക് എന്താണ് ചാണ്ടി ഉമ്മൻ ചെയ്തിട്ടുള്ളത്? അല്ലെ ചാണ്ടി ഉമ്മനെ ഏതെങ്കിലും തരത്തിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ? ചാണ്ടി ഉമ്മന് വേണ്ട ഒരു പരിഗണന കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ലഭിക്കുന്നുണ്ടോ? എന്തിനേറെ അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ പോലും ആ വില പോലും കോൺഗ്രസിന്റെ നേതൃത്വം കൊടുക്കുന്നില്ല അവിടുത്തെ UDF നേതാക്കൾ. കാരണം എന്താണ്? ചാണ്ടി ഉമ്മൻ വന്നതോടുകൂടി ഒരു യുവ നേതാവിൻ്റെ കൂടെ അവസരം നഷ്ടപ്പെട്ടു എന്ന് കരുതി അതിൽ അസംതൃപ്തരായ നിരവധി പ്രവർത്തകരുടെ ഒരു കൂട്ടമാണ് കോൺഗ്രസ് പാർട്ടി. അങ്ങനെ ചിന്തിക്കേണ്ടി വരും. എന്നിട്ട് ഇപ്പോൾ അദ്ദേഹത്തെ പുകഴ്ത്തുന്നു. നല്ലതാണ്. കാരണം ഞങ്ങൾക്ക് ഉമ്മൻചാണ്ടി സാറിനോട് അതിഭീകരമായ സ്നേഹമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ. ഇതേ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ, അതായത് അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയായ അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തെ എത്രത്തോളം പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെതിരായി പരാതി വരുന്നത് KPCCയിലെ ഒരു അംഗത്തിൽ നിന്ന് തന്നെയല്ലേ? അതെ, അങ്ങനെ ഒരു അംഗത്തിൽ നിന്നാണ് അദ്ദേഹത്തിനെതിരായി പരാതി ഉയരുന്നത്. ആ പരാതിയെ പിൻപറ്റിയിട്ടാണ് ഇവിടെ പ്രതിപക്ഷം ഏറ്റുപിടിക്കുന്നത്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരാൾക്കെതിരായി അന്ന് ചീഫ് വിപ്പായിരുന്ന ഈ പറയുന്ന PC ജോർജ് എന്ത് വൃത്തികെട്ട ആരോപണങ്ങളാണ് ഉന്നയിച്ചത്? അല്ലെ? ഈ രീതിയിലൊക്കെ അദ്ദേഹത്തെ മാനസികമായും ശാരീരികമായും എന്ന് പറയുന്നില്ല, മാനസികമായി അദ്ദേഹത്തെ തളർത്തിക്കളഞ്ഞത് സത്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്കാരല്ലേ?
അവരുടെ അധികാരമോഹങ്ങളല്ലേ? എന്നിട്ട് ഈ പറയുന്ന ചാണ്ടിയുമ്മന് എന്ത് പരിഗണനയാണ് കൊടുത്തിട്ടുള്ളത്? അത് നമ്മൾ ആലോചിക്കണം. ഉമ്മൻചാണ്ടിയോട് ഞങ്ങൾക്ക് അദമ്യമായ സ്നേഹമുണ്ട് എന്ന് പറയുന്നു. ഉമ്മൻചാണ്ടി ഒരു വലിയ ജനകീയ നേതാവാണ് എന്ന് പറയുന്നു. ഇവിടെയും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനെ വീണ്ടും അവിടെ വോട്ടാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കാര്യം ഇന്ന് നിശബ്ദ പ്രചരണമാണല്ലോ. ആ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കൂടി ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളെ കാണാൻ സാധിക്കും. ഉമ്മൻചാണ്ടിയുടെ ഭാര്യ സഹധർമ്മിണി എന്താണ് പറഞ്ഞത്? ഒരു തരത്തിൽ പോലും ഈ ഉമ്മൻചാണ്ടി ഇത്രത്തോളം മാനസിക പ്രശ്നം അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ പോലും ഒരു കോൺഗ്രസ് നേതാവ് പോലും അദ്ദേഹത്തെ സാന്ത്വനിപ്പിക്കാനോ ആശ്വസിപ്പിക്കാനോ വേണ്ടിയിട്ട് ആ കുടുംബത്തേക്ക് കയറിയിട്ടില്ല എന്നുള്ള പച്ചയായ യാഥാർത്ഥ്യമല്ലേ വിളിച്ചു പറഞ്ഞത്? യുവ നേതാക്കളും വി ഡി സതീശനും അടക്കം ഇരിക്കുന്ന വേദിയിലല്ലേ ഇത് പറഞ്ഞത്? അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം ഉമ്മൻചാണ്ടിയെ കോൺഗ്രസ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ വേട്ടയാടുകയും തുടർന്ന് അദ്ദേഹം മരിച്ച് യശശരീരനായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടുകയും ചെയ്യുന്ന നെറികെട്ട രാഷ്ട്രീയം എന്നാണ് എനിക്ക് പറയാൻ കഴിയും. വീണ്ടും അതിനെ വോട്ടാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് ചാണ്ടി ഉമ്മനെ അദ്ദേഹത്തിൻ്റെ അച്ഛനോട് ഉപമിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ പോലെയാണ് മകനും എന്നുള്ള നിലയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇതാണ് കോൺഗ്രസിൻ്റെ ഒരു നെറികെട്ട രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഈ രാഷ്ട്രീയത്തെ തന്നെയാണ് ശരിക്കും ഭയക്കേണ്ടത്. കാരണം ഇവർ കണക്കുകൂട്ടി വെച്ചിരിക്കും. ഞാനൊന്ന് തുടർന്ന് പറയാമല്ലോ, ഈ വരാൻ പോകുന്ന 26-ലെ തെരഞ്ഞെടുപ്പിൽ അതിനുശേഷം UDF ഭരിക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടിയോട് ഇത്ര സ്നേഹമുള്ള കോൺഗ്രസ്സുകാർ ചാണ്ടിയുമ്മനെ അർഹിക്കുന്ന ഒരു മന്ത്രിസ്ഥാനത്തേക്ക് എത്തിക്കാൻ നിങ്ങൾ തയ്യാറാണോ? UDF തയ്യാറാകുമോ എന്നൊരു വലിയ ചോദ്യമുണ്ട്. ഇത്രയും കാലം കൊണ്ടു നടന്നില്ലേ? ഇത്രയും കാലം കൊണ്ടു നടന്നിട്ട് സത്യം പറഞ്ഞാൽ ഇനി വളരെ വിശദമായി നമ്മൾ പരിശോധിച്ചാൽ TM ജേക്കബിൻ്റെ മകനെ കൊണ്ടുവന്നില്ലേ? അനൂപ് ജേക്കബ് ഇപ്പോൾ എവിടെയാണ്? അന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായിട്ടല്ലേ TM ജേക്കബിനെ അവരോധിക്കുന്നത്. എന്നിട്ട് ആ മന്ത്രി ഇപ്പോൾ എവിടെയാണ്? TM ജേക്കബ് എവിടെയാണ്? എവിടെയെങ്കിലും ഒരു പരിഗണന കിട്ടുന്നുണ്ടോ? കോൺഗ്രസിൽ തന്നെ ഇല്ല. കാർത്തികേയൻ്റെ മകൻ യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് ആക്കി അവരോധിച്ചില്ലേ? എന്നിട്ട് ഇപ്പം എവിടെയാണ് കാർത്തികേയൻ്റെ മകൻ ശബരിനാഥൻ? എവിടെയാണ്? ശബരിനാഥിനെ തോൽപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വമായ ശ്രമങ്ങൾ അരുവിക്കരയിൽ നടത്തിയതല്ലേ കോൺഗ്രസ് പാർട്ടിക്കാർ? ഇത്രയൊക്കെ ഉള്ളൂ ഈ പറയുന്ന സ്നേഹം, രാഷ്ട്രീയ ആചാര്യന്മാരോടുള്ള സ്നേഹം. എന്തിനേറെ പറയാൻ, പൊക്കിക്കൊണ്ട് നടന്ന കരുണാകരൻ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി വിട്ടത്? ആ മകനെ അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ട്. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ കരുണാകരൻ്റെ മകനായ മുരളീധരനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയല്ലേ. 64,000 വോട്ടല്ലേ തൃശ്ശൂരിൽ മറിച്ചു കൊടുത്തത് BJPയെ വിജയിപ്പിക്കാനും മുരളീധരനെ തോൽപ്പിക്കാനും അല്ലേ? ഇതൊക്കെ ആ മുരളീധരനെ തന്നെ ആദ്യം വടക്കാഞ്ചേരിയിൽ തോൽപ്പിച്ചതല്ലേ കോൺഗ്രസ്സുകാർ തന്നെ. അപ്പോൾ ഈ പറയുന്ന സ്നേഹവും ഒക്കെ ആവശ്യത്തിന് മാത്രമേ എടുത്ത് ഈ പറയുന്ന കോൺഗ്രസ്സുകാർ ഉപയോഗിക്കൂ. സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ എവിടെയെങ്കിലും അവിടെ ഉമ്മൻചാണ്ടിക്ക് മേലൊരു സഹതാപതരംഗം ഉണ്ടാക്കിക്കൊണ്ട് ആര്യാടൻ ഷൗക്കത്തിന് 10 വോട്ടെങ്കിലും മറിച്ച് കിട്ടുക എന്നുള്ള ഒരു ചിന്താഗതി മാത്രമാണ് ടി സിദ്ദീഖിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുടെ ആകെ മൊത്തമുള്ള ഒരു ചിന്താഗതി. ലിജു ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് ഈ പറയുന്ന പോലെ ഇതിന് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അവരൊക്കെ പ്രശംസിക്കുകയാണ് ചാണ്ടിയുമ്മനെ. ചാണ്ടിയുമ്മൻ ചെയ്ത ഒരു രാഷ്ട്രീയക്കാരന് ചേർന്ന ജോലിയാണ് ചാണ്ടിയുമ്മൻ ചെയ്തത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തുക, അവിടെ പ്രചരണ രംഗത്ത് സജീവമായി നിൽക്കുക എന്നുള്ളത്. ഇതൊക്കെ തുടർന്ന് ഉണ്ടാവണം. ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആ 2026-ലെ തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കുകയാണെങ്കിൽ അർഹിക്കുന്ന ഒരു സ്ഥാനം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുമോ എന്നുള്ള ചോദ്യം മാത്രമാണ് നമുക്കിപ്പോൾ തൽക്കാലം ഉയർത്താനുള്ളത്.